നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭക്തിയിലാറാടി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ഭക്തർക്ക് സായുജ്യമായി നവരാത്രി രഥോത്സവം നടന്നു. മഞ്ചേശ്വരത്ത് ലോറിയിൽ ബൈക്കിടിച്ച് ഒരാൾ മരണപ്പെട്ടു. മരണപ്പെട്ടത് മംഗലാപുരം സ്വദേശി ശിവപ്പ. ലക്ഷക്കണക്കിന് രൂപയുടെ പാൻ മസാലകളുമായി 3 പേർ അറസ്റ്റിൽ. പിടികൂടിയത് 4 ക്വിന്റൽ പാൻ മസാലകൾ. കളനാട് റെയിൽ പാളത്തിലെ വിള്ളൽ ഒഴിവായത് വൻ ദുരന്തം. വർഗീയതയ്ക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം. സംഘത്തിന്റെ ചെറുവത്തൂർ ഏരിയ സമ്മേളനത്തിന് സമാപനം. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല പ്രഖ്യാപനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് കാഞ്ഞങ്ങാട്ട് അതിയാമ്പൂരിൽ തുടക്കം. ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് പബ്ലിക് റിലേഷൻസ് വകുപ്പും ലൈബ്രറി കൗൺസിലും സംയുക്തമായി. മഹാനവമി നാളിൽ ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക്. ആയുധ പൂജകൾക്കായി എത്തിച്ചേർന്നത് ആയിരങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നവരാത്രി വിജയദശമി ദിനത്തിന്റെ പ്രധാന ചടങ്ങായ രഥോത്സവം തിങ്കളാഴ്ച നടന്നു. നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് മലയാളികളടക്കം പതിനായിരങ്ങളാണ് മൂകാംബിക സന്നിധിയിൽ ദർശനത്തിനായി എത്തിയത്. നവരാത്രി നാളിലെ പ്രധാന ഉത്സവമായ ദേവിയുടെ രഥാരോഹണം തിങ്കളാഴ്ച നടന്നു. മുഖ്യതന്ത്രി രാമചന്ദ്ര അടിഗയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രഥപൂജ ചടങ്ങുകളോട് കൂടിയായിരിക്കും ദേവിയുടെ രഥാരോഹണം. പുഷ്പങ്ങളാൽ അലങ്കരിച്ച രഥത്തിലേറി ദേവിയുടെ വിഗ്രഹം ക്ഷേത്രത്തിൽ 3 വട്ടം വലം വെച്ചു. രഥാരോഹണത്തിന് ശേഷം ഭക്തർക്ക് നാണയത്തൊട്ടുകൾ എറിഞ്ഞു നൽകിയത് ഭക്തർക്ക് സായുജ്യം പകരുന്ന അനുഭവമായി മാറി. വിജയദശമി ദിനത്തിൽ സരസ്വതി മണ്ഡപത്തിൽ പുലർച്ചെ 4 മണി മുതൽ തന്നെ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ ആരംഭിക്കും. നാളെ വിദ്യാരംഭം അമ്പലം 3 മണിക്ക് നട തുറക്കും. പിന്നെ 3 മണി മുതൽ 1 മണി വരെ വിദ്യാരംഭം നടക്കാൻ പോവാണ് ക്ഷേത്രത്തിൽ. ഈ പ്രാവശ്യം തിരക്ക് കൂടുതലായതുകൊണ്ട് സരസ്വതി മണ്ഡപത്തിൻ്റെ പുറത്ത് ഉള്ള ചണ്ഡികാ ഹോമം നടക്കുന്ന സ്ഥലത്തിലും പിന്നെ അതിൻ്റെ പുറത്തും വിദ്യാരംഭം ചെയ്യിപ്പിക്കും. വിദ്യാരംഭ ദിനത്തിൽ വിജയോത്സവത്തോടെയാണ് 9 നാൾ നീണ്ടു നിൽക്കുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് പരിസമാപ്തിയാകുക. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി KCN ചാനലിൽ ആയുധപൂജ നടന്നു. കുമ്പള ഗോപാലകൃഷ്ണ ക്ഷേത്രതന്ത്രി വാസുദേവ അടിഗയുടെ കാർമ്മികത്വത്തിലാണ് പൂജാ ചടങ്ങുകൾ നടന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ആയുധപൂജയ്ക്ക് കുമ്പള ഗോപാലകൃഷ്ണ ക്ഷേത്ര പൂജാരി വാസുദേവ അടിഗ കാർമ്മികത്വം വഹിച്ചു. വാസുദേവ അടിഗയുടെ മകൻ ശങ്കരനാരായണ അടിഗയും ചടങ്ങുകളിൽ സംബന്ധിച്ചു. KCN ചാനൽ മാനേജിംഗ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, ഡയറക്ടർമാരായ ദിവാകരൻ, പുരുഷോത്തം നായിക്, ടെക്നിക്കൽ ഡയറക്ടർ ഹരികാന്ത്, ചാനൽ സ്റ്റാഫുകൾ തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മന്നിപ്പാടി ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ വാഹനപൂജ സംഘടിപ്പിച്ചു. നിരവധി വാഹനങ്ങളാണ് അതിരാവിലെ തന്നെ ക്ഷേത്രനടയിലെത്തിയത്. വർഷം തോറും നടത്തിവരാറുള്ള നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായാണ് മന്നിപ്പാടി ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ വാഹനപൂജ നടന്നത്. ക്ഷേത്രതന്ത്രിവര്യൻ ഗുരുപ്രസാദിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മോട്ടോർ സൈക്കിളുകളും കാറും ഓട്ടോയുമടക്കം നിരവധി വാഹനങ്ങൾ അതിരാവിലെ തന്നെ ക്ഷേത്ര തിരുനടയിലെത്തി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മറ്റ് വിശേഷാൽ പൂജകളും ക്ഷേത്രത്തിൽ നടന്നു. രാവിലെ തന്നെ ക്ഷേത്രമുറ്റം ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. മഞ്ചേശ്വരത്ത് ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ടു. മംഗലാപുരം പടിയിൽ സ്വദേശിയായ ശിവപ്പയാണ് മരണപ്പെട്ടത്.
മഞ്ചേശ്വരം ഗോവിന്ദ പൈ കോളേജിന് സമീപമുള്ള ദേശീയപാതയിലാണ് അപകടം നടന്നത്. മംഗലാപുരത്തു നിന്നും മഞ്ചേശ്വരത്തേക്ക് വരികയായിരുന്ന ബൈക്കിനെയാണ് ലോറി ഇടിച്ചു തെറിപ്പിച്ചത്. ബൈക്ക് ലോറിയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. ബൈക്കിന്റെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന മംഗലാപുരം പടിയിൽ സ്വദേശിയായ ശിവപ്പയാണ് മരണപ്പെട്ടത്. ബൈക്ക് ഓടിച്ചിരുന്ന രാമചന്ദ്രനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. മഞ്ചേശ്വരം പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ലോറിയിൽ കടത്തുകയായിരുന്ന 4 ക്വിന്റൽ നിരോധിത പാൻ മസാല പോലീസ് പിടികൂടി. മംഗലാപുരത്ത് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് കടത്തുകയായിരുന്ന പാൻ മസാലകളാണ് പിടികൂടിയത്. കറന്തക്കാട് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് 6 ലക്ഷം രൂപ വില വരുന്ന 4 ക്വിന്റൽ നിരോധിത പാൻ മസാലകൾ പിടിച്ചെടുത്തത്. മിനി ലോറിയിൽ പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു ഇവ. മംഗലാപുരത്തു നിന്നും കാഞ്ഞങ്ങാട്ടേക്ക് പോവുകയായിരുന്ന മിനി ലോറിയുടെ ഡ്രൈവറടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കർണാടകയിൽ നിന്നും വൻതോതിൽ നിരോധിത പാൻ മസാലകൾ കേരളത്തിലേക്ക് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന കർശനമാക്കിയത്. ശക്തമായ പ്രവർത്തനമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അന്യസംസ്ഥാനത്ത് നിന്ന് ധാരാളം കോട്ട ഉൽപ്പന്നങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ കാസർഗോഡ് ജില്ലയിലേക്ക് കടത്തുന്നതായിട്ട് വിവരമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പോലീസ് നിരന്തരം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ, വീടുകളെല്ലാം റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ലോഡ്ജുകൾ. അതുപോലെ ഇവർക്ക് സാധനങ്ങൾ പുറത്തുനിന്ന് എത്തിക്കുന്ന ഒരു ടീമുണ്ട്, ഒരു മാഫിയുണ്ട്. അവരെക്കുറിച്ചും പോലീസ് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയായ റെയ്ഡുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഈ കോട്ട ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് 4 കിൻഡലോളം നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങളാണ് ഈ ലോറിയിലുണ്ടായിരുന്നത്. ഇത് നമ്മൾ കേരളത്തിൽ മൊത്തം കൊണ്ടുപോകുന്നതല്ല, കാസർഗോഡ് ജില്ലയിൽ മാത്രം വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണെന്നുള്ള വിവരം കൂടിയുണ്ട്. CICA അബ്ദുറഹീം, SIമാരായ രഞ്ജിത്ത് രവീന്ദ്രൻ, വരുൺ ജി കൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പാൻ മസാലകൾ പിടികൂടിയത്. സ്കൂൾ വിദ്യാർത്ഥികളും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് പാൻ ഉൽപ്പന്നങ്ങളുടെ പ്രധാന ഉപഭോക്താക്കൾ. ഇവരെ ലക്ഷ്യമിട്ട് ഒരു വൻ റാക്കറ്റ് തന്നെ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മിനി ലോറി ഡ്രൈവർ വിദ്യാനഗറിലെ സൈനുദ്ദീൻ, അടുക്കത്ത് ബയലിലെ നവീൻ കുമാർ, പാറക്കട്ടയിലെ യതീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കളനാട് റെയിൽപാളത്തിൽ വിള്ളൽ. കീമാന്മാർ ഡിറ്റനേറ്റർ പൊട്ടിച്ച് അപകട വിവരം അതുവഴി കടന്നുവരികയായിരുന്ന മാവേലി എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റിനെ അറിയിച്ചതു കാരണം വൻ ദുരന്തം ഒഴിവായി. ഞായറാഴ്ച രാവിലെ 6:35 കളനാട് പാളത്തിലെ വിള്ളൽ കണ്ട ഉടൻ ഇവർ ജാഗരൂകരായി. മൻമോഹൻ മീണ ശ്രദ്ധിച്ച ലൈനിലായിരുന്നു പൊട്ടലുണ്ടായിരുന്നത്. ഉടൻ കയ്യിലെ ഡിറ്റനേറ്ററുകളുമായി 1 കിലോമീറ്ററോളം ഓടി 4 സ്ഥലത്ത് ഈ ഉപകരണം സ്ഥാപിച്ചു. വണ്ടി ഇതിനു മുകളിലൂടെ കയറിയാൽ മർദ്ദം കാരണം ഡിറ്റനേറ്റർ വലിയ ശബ്ദത്തോടെ പൊട്ടും. അതുവഴി ലോക്കോ പൈലറ്റിന് അപകട സൂചന കിട്ടും. പ്രശ്ന സ്ഥലത്ത് എത്തും മുമ്പ് വണ്ടി നിർത്താൻ പറ്റും. മീണ ഡിറ്റനേറ്റർ സ്ഥാപിച്ച് അല്പസമയത്തിനുള്ളിൽ മാവേലി എക്സ്പ്രസ് കുതിച്ചു വന്നു. ഡിറ്റനേറ്ററിന്റെ മുകളിലൂടെ വണ്ടി പോയപ്പോൾ 4ഉം പൊട്ടി. ശബ്ദം മനസ്സിലാക്കിയുടൻ ലോക്കോ പൈലറ്റ് അടിയന്തര ബ്രേക്ക് ഉപയോഗിച്ച് വണ്ടി നിർത്തി. അപകടം നടന്ന സ്ഥലത്ത് വണ്ടി നിർത്താൻ സാധാരണയായി ജനങ്ങളടക്കം ഉപയോഗിക്കുന്നത് ചുവന്ന കൊടിയോ വസ്ത്രങ്ങളോ ആണ്. എന്നാൽ ലോക്കോ പൈലറ്റിന് ഇവ വളരെ അടുത്തെത്തിയാൽ മാത്രമേ കാണാനാകൂ. ഈ പരിമിതിയാണ് അവസരോചിതമായി റെയിൽവേ കീമാൻമാർ മറികടന്നത്. വണ്ടി നിർത്തിയിട്ട ശേഷം എഞ്ചിനീയറിംഗ് വിഭാഗം താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തി. 25 മിനിറ്റിനു ശേഷം വേഗം കുറച്ച് മാവേലി എക്സ്പ്രസും മറ്റു വണ്ടികളും കടന്നുപോയി. വർഗീയ ഫാസിസത്തെയും ഭീകരവാദത്തെയും പ്രതിരോധിക്കണമെന്ന ആഹ്വാനമുയർത്തി പുരോഗമന കലാസാഹിത്യ സംഘം ചെറുവത്തൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി എഴുത്തുകാരുടെ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. ചെറുവത്തൂർ AKG ഭവനിലെ കുഞ്ഞിക്കണ്ണൻ നഗറിലാണ് സമ്മേളനം നടന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PVK പനയാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അവരുടെ തറവാട്ടിൽ കളിയാട്ടം നടക്കുമ്പോൾ ഈ കുറകതനിയൻ 7 തെങ്ങിന്റെ തിരിയോലകളും 7 കവുങ്ങിന്റെ ഓലയും അതുപോലെ മറ്റ് സാധനങ്ങളെ വലിയ കെട്ടാക്കിയിട്ട് കൊണ്ടുപോകുന്ന ധാരാളം ആളുകളുടെ അകമ്പടിയോടുകൂടി കൊണ്ടുപോകേണ്ട ആ സാധനം ഈ വളർത്തമ്മയോട് പറയുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകാം. എൺസൂർ തറവാട്ടിലേക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോവുകയാണ് ഈ തനിയൻ പറയുന്ന ആൾ. പക്ഷേ ആ തറവാട്ടിലെത്തിയപ്പോൾ തറവാട്ടുകാരൻ പറഞ്ഞ് അവിടെ നിൽക്ക്, ഇതിന്റെ അകത്ത് കിടക്കണ്ട, നീ സാധനങ്ങളെല്ലാം പുറത്ത് വെച്ചാൽ മതി. അതിന്റെ സാധനങ്ങളെല്ലാം പുറത്ത് വെച്ചിട്ട് തനിയൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ തെങ്ങിലെ ഓല നിങ്ങൾക്ക് ആവാം, എന്നെ നിങ്ങൾക്ക് പാടില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? ഞാൻ കൊണ്ടുവന്ന വാഴക്കുല നിങ്ങൾക്കാവാം, എന്നെ നിങ്ങൾക്ക് വേണ്ട. എന്താണ് ഇതിന്റെ അർത്ഥം? ആരാണ് ആദ്യം ഉണ്ടായത്? പൊട്ടൻ തെയ്യമാണോ
തനിയനാണ്. ഗവേഷണം നടത്തുന്ന വിഷയമാണ്. സാംസ്കാരിക രംഗത്തെ സാമ്രാജ്യത്വാധിനിവേശം മനുഷ്യബന്ധങ്ങളിൽ പോലും അതിരൂക്ഷമായ അപജയമുണ്ടാക്കുന്നതോടൊപ്പം കലാകാരന്മാരും എഴുത്തുകാരും ഭീഷണി നേരിടേണ്ടി വരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാമചന്ദ്രൻ തുരുത്തി അധ്യക്ഷനായിരുന്നു. പി ജനാർദ്ദനൻ, ഇ പി രാജഗോപാലൻ, കെ പി വത്സരൻ, വാസു ചൂറോട്, കെ കെ നായർ, രവീന്ദ്രൻ കൊടക്കാട് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ കെ കെ കുമാരൻ വൈദ്യർ സ്വാഗതം പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി എഴുത്തുകാരുടെ കൂട്ടായ്മയും അനുമോദന ചടങ്ങും നടന്നു. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല പ്രഖ്യാപനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന് അതിയാമ്പൂരിൽ തുടക്കമായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ, പബ്ലിക് റിലേഷൻസ് വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ആഘോഷം നടന്നത്. വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് നമുക്ക് ജാതിയില്ല പ്രഖ്യാപനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. കാഞ്ഞങ്ങാട് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര അതിയാമ്പൂരിൽ സമാപിച്ചു. സാംസ്കാരിക സമ്മേളനം മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വിശ്വാസത്തിന്റെ പാരമ്യമാണ് ഈശ്വരൻ. ആ വിശ്വാസത്തിന്റെ പാരമ്യമാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ അത് മതാധിഷ്ഠിതമായി ചിന്തിക്കുന്നവർക്കുമുണ്ട്, മതേതരമായി ചിന്തിക്കുന്നവർക്കുമുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ പാരമ്യം. അപ്പോൾ വ്യത്യസ്തങ്ങളായ ഘടകങ്ങളെ ആയിരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ തലങ്ങളെ ആയിരിക്കും അതിൽ കാണുക. അഗ്നിയെ, സൂര്യനെ, ചന്ദ്രനെ, പ്രകൃതിയെ ആരാധനാഭാവത്തോടു കൂടി കാണുകയും ദൈവമായി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് പോരുന്നു. അദൃശ്യമായ മറ്റെന്തിലോ മായയിൽ വലിയ വിശ്വാസം വെച്ച് പുലർത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളുമായി പോകുന്നു. അങ്ങനെ ഒരു വലിയ വിഭാഗം നമുക്ക് കാണാം. അതുകൊണ്ട് നമുക്കറിയാൻ കഴിയുന്നത് ഏത് കാലത്തും മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തിൽ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി നാസ്തികരും ആസ്തികരുമെല്ലാം ഉണ്ടായിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. നഗരസഭാ ചെയർമാൻ ബി രമേശൻ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു പ്രതിജ്ഞാപത്രിക ഏറ്റുവാങ്ങി. ADM കെ അംബുജാക്ഷൻ, A K നാരായണൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ, മഹമ്മൂദ് മുറിയനാവി, വാസു ചേറോട്, കെ മധുസൂദനൻ, ഡോക്ടർ സി ബാലൻ, ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്, PVK പനയാൽ, ബി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തുടിവാദ്യം, ചിമ്മാനക്കളി തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. വിദ്യാനഗർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ SFA അധ്യാപകർക്കായി പരിശീലനം സംഘടിപ്പിച്ചു. ചിന്മയ വിദ്യാലയത്തിലായിരുന്നു പരിശീലന കളരി സംഘടിപ്പിച്ചത്. കൗമാരപ്രായക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന മാറ്റങ്ങളെക്കുറിച്ചും മറ്റും ബോധവാന്മാരാക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പരിശീലനം സംഘടിപ്പിച്ചത്. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ PA ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. To become more independent thinkers and to handle life problems in a better way. They will learn to help one another. They will develop empathy, skills and tolerance. It will teach us skills necessary for everyday success. അഡ്വക്കേറ്റ് ബെന്നി സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. ചിന്മയ സ്വാമിജി, സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ലയൺസ് ക്ലബ് പ്രസിഡന്റ് പ്രശാന്ത് ജി നായർ, കെ വിനോദ് കുമാർ, രഘുനാഥൻ നമ്പ്യാർ, കൈലാസ് ശാസ്ത്രി തുടങ്ങിയവർ പ്രസംഗിച്ചു. പടുവളം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനു വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. M രാജഗോപാലൻ MLA അധ്യക്ഷനായിരുന്നു. കൂടുതൽ പശുക്കളെ വളർത്തി അത് ഒരു കുടുംബ വ്യവസായമായി, ഒരു ഗ്രൂപ്പ് വ്യവസായമായി വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഇതുവഴി കേരളത്തിൽ തൊഴിൽ സാധ്യത ഉണ്ടാക്കുക, ഇതിൽ നിന്ന് ലാഭകരമാക്കണം, അതിന് തൊഴിൽ സാധ്യത ഉണ്ടാക്കുകയും ഇപ്പോൾ ഇവിടെ പാല് വിൽക്കുന്ന 38 രൂപ, ഒരു കുപ്പി വെള്ളത്തിനിപ്പോൾ 10-15 രൂപയുണ്ട് സാധാരണ പച്ചവെള്ളത്തിൽ. ക്ഷീരവികസന വകുപ്പിന്റെ ധനസഹായത്തോടെ നിർമ്മിച്ച കെട്ടിടമാണ് സംസ്ഥാന വ്യവസായ കായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തത്. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ജാനകി, ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ ജോഷി ജോസഫ്, മലബാർ മേഖലാ യൂണിയൻ ചെയർമാൻ K സുരേന്ദ്രൻ നായർ, പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K നാരായണൻ, TV ഗോവിന്ദൻ, A കൃഷ്ണൻ, CH സിനാജുദ്ദീൻ, K മാധവൻ എന്നിവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി K സാജുകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘം പ്രസിഡന്റ് KP നാരായണൻ സ്വാഗതം പറഞ്ഞു. പടന്നക്കാട് ശ്രീ നാരായണ AUP സ്കൂളിൽ ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ലാബ് മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. എൻഡോമെന്റ് വിതരണവും നടന്നു.
പടന്നക്കാട് SNAP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ലാബാണ് മന്ത്രി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ മികവ് പുലർത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വസ്തുതയാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമാന്തരമായി മറ്റൊരു വിദ്യാഭ്യാസ രംഗവും ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത്. അൺഎയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും വലിയ മികവോടുകൂടി ആഡംബരപൂർണമായ സംവിധാനങ്ങൾ ഒരുക്കി വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ട് അവർ സംഘടിപ്പിച്ചു മുന്നോട്ട് പോവുകയാണ്. നല്ല മനോഹരമായ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ അതിനുള്ള ഏറ്റവും നല്ല ഫർണിച്ചറുകൾ, അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ വരുമ്പോൾ അവിടെ പോകുന്ന വിദ്യാർത്ഥികളുടെ കെട്ടിലും മട്ടിലും ഭാവത്തിലും അവരുടെ വേഷവിധാനങ്ങളിലും എല്ലാം അതിൻ്റെ പ്രത്യേകതയുണ്ടാകും. അതൊക്കെ കാണുമ്പോൾ ആളുകൾ, നമ്മുടെ സാധാരണക്കാരായ ആളുകൾ പോലും അവിടെയൊക്കെ കുട്ടികളെ അയക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. സ്കൂൾ മാനേജർ റിട്ടയർഡ് SP KV സതീശൻ അധ്യക്ഷനായിരുന്നു. KV കുഞ്ഞമ്പു സ്മാരക എൻഡോവ്മെന്റിന്റെയും MV സത്യഭാമ സ്മാരക ക്യാഷ് അവാർഡിന്റെയും വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. സ്കൂൾ PTA ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ, കൗൺസിലർ അബ്ദുൾ റസാഖ് തായിലക്കണ്ടി എന്നിവരാണ് വിതരണം നിർവഹിച്ചത്. ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞങ്ങാട് DO KP പ്രകാശ് കുമാർ, ഹോസ്ദുർഗ് AO KV പുഷ്പ, PTA പ്രസിഡന്റ് K കുശലൻ, മദർ PTA പ്രസിഡന്റ് PV ശശികല, സ്റ്റാഫ് സെക്രട്ടറി P അഷ്റഫ് എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക U പ്രീതി സ്വാഗതവും SRG കൺവീനർ M സുമേഷ് നന്ദിയും പറഞ്ഞു. കേന്ദ്ര സർവകലാശാല ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. കേന്ദ്ര സർവകലാശാലയിലെ മുഴുവൻ ക്യാമ്പസുകളും ഒരു വർഷത്തിനകം പെരിയ ക്യാമ്പസിന്റെ ഭാഗമാകുമെന്ന് ഹോസ്റ്റൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെ പറഞ്ഞു. കേന്ദ്ര സർവകലാശാലയുടെ പെരിയ ക്യാമ്പസിൽ പുതുതായി നിർമ്മിച്ച ഹോസ്റ്റൽ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടന്നു. ആൺകുട്ടികൾക്കായി പണിത ഹോസ്റ്റൽ പെരിയാറും പെൺകുട്ടികൾക്കായി പണിത ഹോസ്റ്റൽ നിളയും കേന്ദ്രമന്ത്രി ഡോക്ടർ മഹേന്ദ്ര പാണ്ഡെ ഉദ്ഘാടനം ചെയ്തു. ന്യൂഡൽഹിയിൽ നിന്നും ഓൺലൈനായിട്ടായിരുന്നു അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചത്. കേന്ദ്ര സർവകലാശാല സമത്വവും ഗുണമേന്മയുമുള്ള ആധുനിക ഉന്നത വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന സരസ്വതി ക്ഷേത്രമാണെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ക്യാമ്പസുകളിലെയും എല്ലാ വകുപ്പുകളും ഒരു വർഷത്തിനകം പെരിയ ക്യാമ്പസിലേക്ക് മാറ്റുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ അധ്യക്ഷനായി. കേന്ദ്ര സർവകലാശാലയുടെ മെഡിക്കൽ കോളേജ് പെരിയയിലെത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് മന്ത്രി E ചന്ദ്രശേഖരൻ പറഞ്ഞു. സർവകലാശാലയുടെ മാഗസിനും അദ്ദേഹം പ്രകാശനം ചെയ്തു. കേന്ദ്ര സർവകലാശാലയുടെ മെഡിക്കൽ കോളേജ് പെരിയയുടെ ഭാഗമാക്കുന്നതിന് കേന്ദ്ര മാനവവിഭവശേഷി വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുമെന്ന് P കരുണാകരൻ MP പറഞ്ഞു. ഹോസ്റ്റലിൽ താമസം ആരംഭിക്കുന്ന കുട്ടികൾക്ക് സുരക്ഷിതമായ കുടിവെള്ളവും വൈദ്യസഹായം ലഭ്യമാക്കണമെന്ന് ചടങ്ങിൽ സംസാരിച്ച K കുഞ്ഞിരാമൻ MLA പറഞ്ഞു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S നായർ, ഫിനാൻസ് ഓഫീസർ ഇൻചാർജ് ഡോക്ടർ K ജയപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ KP സുരേഷ് സ്വാഗതവും പരീക്ഷാ കൺട്രോൾ V ശശിധരൻ നന്ദിയും പറഞ്ഞു. കടപ്പുറം ചീരുമ്പ ഭഗവതി ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന പുനരുദ്ധാരണ നിധി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ സന്നിഹിതരായി. കാർക്കള ഗുരുദേവ സേവാ ആശ്രമത്തിലെ ശ്രീ ശ്രീ വിഖ്യാതാനന്ദ സ്വാമി പുനരുദ്ധാരണ നിധി ഉദ്ഘാടനം ചെയ്തു. ಇನ್ನೊಂದು ಕ್ಷೇತ್ರ ಅದು ಕ್ಷತಾತ್ರಾಯಕ್ಕೆ ಕ್ಷೇತ್ರ ನಮ್ಮನ್ನೆಲ್ಲ ಉದ್ಧರಿക്കുന്നതിന് സംരക്ഷണ ചെയ്യുന്നതാണ്. അതാണ് നമ്മൾ ക്ഷേത്രം. അപ്പൊ നാശമാകുന്ന ഈ ക്ഷേത്രത്തെ സംരക്ഷിച്ച് നമ്മൾ ഉദ്ദീപനം ചെയ്യുന്നത് അത് ക്ഷേത്രം. പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ B ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. മത്സര കൂപ്പണുകളുടെ ഉദ്ഘാടനം ജനാർദ്ദനൻ കണ്ണൻസ് നിർവഹിച്ചു. പുനരുദ്ധാരണ കമ്മിറ്റി കൺവീനർ D സുനിൽകുമാർ, ചന്ദ്രൻ കൂതൂർ, ഗണേഷ് പാറക്കട്ട, K അശോകൻ, C രാമകൃഷ്ണൻ, നാരായണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. SSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗഹൃദ വര സംഘടിപ്പിച്ചു. SSF ജില്ലാ കമ്മിറ്റി നവംബർ 5-ന് സംഘടിപ്പിക്കുന്ന മാനവ സംഗമത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സൗഹൃദ വര പ്രശസ്ത ചിത്രകാരൻ പുണിഞ്ചിത്തായ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ നാട്ടിലല്ല, ഞങ്ങളുടെ ദേശത്തിൽ ഇങ്ങനെ ഉണ്ടാവാൻ കഴിയുക. ഞങ്ങളുടെ നാട്ടിൻ്റെ കിഡ്നാപ്പിംഗ് സിസ്റ്റം മാറണം. അത് മാറ്റിയിട്ട് അതിൻ്റെ ആൾക്കാരെ ഞങ്ങൾ കൊടുത്തണം.
ഞങ്ങൾക്ക് സ്ലീപ്പിംഗ് സെല്ലിൻ്റെ പറ്റിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇത് ഞങ്ങൾക്ക് അറിയാതെ പോകുന്നു. ഈനെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവരെ അമർത്തിട്ട് ഇവിടെ ലോകത്തിൻ്റെ ശാന്തിയുടെ നിലനിർത്താൻ വേണ്ടിയിട്ട് പണങ്ങണമെന്ന് പറയുന്നത് വിചാരിക്കുന്ന ഒരു കൂട്ടായ്മൻ്റെ ഒരു സ്റ്റുഡൻസിൻ്റെ ഗ്യാതറിംഗാണ് ഇവിടെ ഞാൻ കാണുന്നത്. ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ചിപ്പാർ അധ്യക്ഷത വഹിച്ചു. SSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അബ്ദുറസാഖ് സഖാഫി, നാഷണൽ അബ്ദുള്ള, KV രവീന്ദ്രൻ, ജോസഫ് മഞ്ചേശ്വരം, ഷുക്കൂർ ഇർഫാനി ചെമ്പരിക്ക, ഇബ്രാഹിം സിദ്ദിഖി പൂത്തപ്പലം, MTP ഷാക്കിർ, ഫറൂഖ് കുബനൂർ, KM കളത്തൂർ, സാദിഖ് ആമളം, സൊലാവുദ്ദീൻ അയൂബി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഖാദി ബോർഡ് വൈസ് ചെയർമാനായി തിരഞ്ഞെടുത്ത CPM സംസ്ഥാന കമ്മിറ്റി മെമ്പർ MV ബാലകൃഷ്ണൻ മാസ്റ്ററെ നീലേശ്വരത്ത് അനുമോദിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. ഖാദി ബോർഡ് വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ സെക്രട്ടറി MV ബാലകൃഷ്ണനെയാണ് NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത്. അനുമോദനം മുൻ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ P ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. M രാജൻ സ്വാഗതം പറഞ്ഞു. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കലോത്സവത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഈ വർഷത്തെ ചെറുവത്തൂർ ഉപജില്ലാ കലോത്സവം പിലിക്കോട് C കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനു വേണ്ടി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല രീതിയിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് വിപുലമായ മേളയാക്കിയിട്ട് മാറ്റാൻ കഴിയുക സബ് ജില്ലാ കലോത്സവമാണ്. നമ്മുടെ ചെറുവത്തൂർ സബ് ജില്ലയിൽ തന്നെ വിവിധ സ്കൂളുകളിൽ വെച്ച് നടത്തിയുള്ള കലോത്സവങ്ങളെല്ലാം ജില്ലയിലെ സബ് ജില്ലാ കലോത്സവങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മികവുറ്റതാക്കി തീർക്കാൻ വിവിധ കാലയളവിൽ ചെറുവത്തൂർ സബ് ജില്ലകളിലെ നടത്തിയിട്ടുള്ള കലോത്സവങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള വളരെ അഭിമാനപൂർവ്വം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA K കുഞ്ഞിരാമൻ, PTA പ്രസിഡന്റ് T മോഹനൻ, പ്രിൻസിപ്പാൾ PC ചന്ദ്രമോഹനൻ, ഹെഡ്മാസ്റ്റർ KP രാജശേഖരൻ, AU TK സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെയർമാനായി പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരനെയും ജനറൽ കൺവീനറായി PC ചന്ദ്രമോഹനെയും ട്രഷററായി TK സദാനന്ദനെയും തെരഞ്ഞെടുത്തു. മഞ്ചേശ്വരത്ത് ആധുനിക ചെക്ക് പോസ്റ്റ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ ഇവിടുത്തെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ജീവനക്കാരും. ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് നിയമസഭയിൽ പുതിയ ചെക്ക് പോസ്റ്റ് നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞത്. ഉദുമ MLA K കുഞ്ഞിരാമന്റെ ചോദ്യത്തിനാണ് തോമസ് ഐസക് ഇങ്ങനെ മറുപടി പറഞ്ഞത്. ചെക്ക് പോസ്റ്റിന്റെ നിർമ്മാണത്തിന് 7 ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനം ഇതുവരെയും തുടങ്ങിയിട്ടില്ല. കിലോമീറ്ററുകളോളം ദേശീയപാതയിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനാൽ മറ്റ് വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകാൻ പ്രയാസമുണ്ടാകുന്നു. മംഗലാപുരത്തെ ആശുപത്രികളിലേക്ക് രോഗികളെയും കൊണ്ടുപോകുന്ന ആംബുലൻസുകൾ വരെ വളരെ നേരം നിർത്തിയിടേണ്ടുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ചെക്ക് പോസ്റ്റിൽ നിരവധി വാഹന അപകടങ്ങളാണ് മുമ്പ് ഉണ്ടായിരുന്നത്. ആധുനിക ചെക്ക് പോസ്റ്റ് നിർമ്മാണം പൂർത്തിയായാൽ ഇവിടുത്തെ അപകടങ്ങൾ ഒരു പരിധിവരെ കുറയും. ന്യൂസ് ഡെസ്ക് KCN. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭക്തിയിലാറാടി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ഭക്തർക്ക് സായുജ്യമായി നവരാത്രി രഥോത്സവം നടന്നു. മഞ്ചേശ്വരത്ത് ലോറിയിൽ ബൈക്കിടിച്ച് ഒരാൾ മരണപ്പെട്ടു. മരണപ്പെട്ടത് മംഗലാപുരം സ്വദേശി ശിവപ്പ. ലക്ഷക്കണക്കിന് രൂപയുടെ പാൻ മസാലകളുമായി 3 പേർ അറസ്റ്റിൽ. പിടികൂടിയത് 4 ക്വിന്റൽ പാൻ മസാലകൾ. കളനാട് റെയിൽ പാളത്തിലെ വിള്ളൽ ഒഴിവായത് വൻ ദുരന്തം. വർഗീയതയ്ക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം. സംഘത്തിന്റെ ചെറുവത്തൂർ ഏരിയ സമ്മേളനത്തിന് സമാപനം. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല പ്രഖ്യാപനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് കാഞ്ഞങ്ങാട്ട് അതിയാമ്പൂരിൽ തുടക്കം. ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് പബ്ലിക് റിലേഷൻസ് വകുപ്പും ലൈബ്രറി കൗൺസിലും സംയുക്തമായി. മഹാനവമി നാളിൽ ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക്. ആയുധ പൂജകൾക്കായി എത്തിച്ചേർന്നത് ആയിരങ്ങൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.